പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർന്ന് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഫിലോമോന് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 11-ാം വാക്യവും 20-ാം വാക്യവും വായിക്കുക. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. 20-ാം വാക്യം വായിക്കുന്നത്, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരനുഭവം കിട്ടിയിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, AD 72 അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്താണ് ഫിലോമോൻ എന്ന സമ്പന്നന് ഈ നിരപ്പിന്റെ ലേഖനം എഴുതുന്നത്. മുമ്പേ അയാളുടെ കീഴിൽ അടിമയായിരുന്ന, പിന്നീട് അല്ലെങ്കിൽ ഓടിപ്പോയവനുമായ ഒനേസിമോസിനോട് ഹല്ലേലൂയ ക്ഷമിച്ച് അവനെ ഏറ്റുകൊള്ളണം എന്നുള്ളൊരു അപേക്ഷയാണ് ഹല്ലേലൂയ പൗലോസ് ഹല്ലേലൂയ ആമേൻ ഫിലോമോന് എഴുതുക എന്ന് പറയുന്നത്. ഫിലോമോന്റെ ഭവനത്തിൽ ഹല്ലേലൂയ സഭയും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതുമ്പോൾ, ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒനേസിമോസ് എന്ന് പറഞ്ഞാൽ പ്രയോജനമുള്ളവൻ, ആദായമുള്ളവൻ, ഉപയോഗമുള്ളവൻ എന്നൊക്കെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഒനേസിമോസ് തന്റെ യജമാനന് പ്രയോജനമില്ലാത്തവനായിരുന്നു. മുമ്പ് ഇവന് ഫിലോമോൻ ഒരു പ്രയോജനമില്ലാത്തവനായിരുന്നു. യജമാനന് മരണപര്യന്തം അടിമയായി ജീവിക്കാൻ വേണ്ടി വാങ്ങപ്പെട്ടവനാണ്. സ്തോത്രം. അവനെങ്കിലും അവിടെ നിന്ന് ഓടിപ്പോയി. റോമൻ ഹല്ലേലൂയ സർക്കാരിന്റെ നിയമപ്രകാരം ഇങ്ങനെയുള്ളവരെ മരണദണ്ഡന അതിനായി ഏൽപ്പിക്കണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ സിംഹഗുഹയിലേക്ക് എറിഞ്ഞു കളയണമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ രക്ഷപ്പെട്ടു ഓടിയ ഒനേസിമോസ് എങ്ങനെയോ റോമിലേക്ക് ചെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ സന്ദർശിക്കാൻ കാരണമായി. വ്യക്തം ചെയ്യും. സുവിശേഷം നിമിത്തം അമേലിയ കർത്താവിന് വേണ്ടി അവൻ അടിമയായി. ഇനിയിപ്പോ ഒനേസിമോസ് ഫിലോമോനല്ല അടിമ, സുവിശേഷം കേട്ടതുകൊണ്ട് അവൻ കർത്താവിന്റെ അടിമയായി മാറി. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ആത്മീയ പുത്രനായും നല്ല ക്രൈസ്തവ സഹോദരനായും ഒരു വിശ്വാസിയായും പ്രയോജനമുള്ളവനായി മാറി. പിന്നത്തേതിൽ നോക്കിക്കേ, ഇവൻ നേരത്തെ ഫിലോമോന്റെ വീട്ടിലെ അടിമ, എന്നും അടിമയായി അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി, എന്നും അടിമയായി കഴിയാൻ വേണ്ടി അവനെ അടിമച്ചന്തയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവനാ. എന്നാൽ അവൻ അവിടെ നിന്ന് ഓടിപ്പോയി ചെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ കണ്ടെത്തി. പൗലോസിനോട് സുവിശേഷം കേട്ടപ്പോൾ അവൻ ക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിച്ചു. ഇപ്പോൾ അവൻ കർത്താവിന്റെ അടിമയാണ്, മാത്രമല്ല ദൈവത്തിന്റെ മകനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മകനാണ് അവൻ. നല്ല ഹല്ലേലൂയ സഹോദരനും വിശ്വാസിയും ദൈവത്തിന് പ്രയോജനമുള്ളവനുമായി മാറി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന് കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, നാം മുമ്പ് എവിടേക്കോ അടിമയായിരുന്നു, ആർക്കൊക്കെയോ അടിമയായിരുന്നു. ഒരു പ്രയോജനവുമില്ലാതെ നമ്മെ അടിമയായി വെച്ചുകൊണ്ട് നമ്മുടെ മേൽ അടിമത്തം ഏൽപ്പിച്ച് നമ്മളെ കൊണ്ട് നടന്ന അനവധി ആളുകളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള അനുഭവത്തിലായിരുന്ന എന്നെയും നിങ്ങളെയൊക്കെ ഈ സുവിശേഷ മുഖാന്തരം വീണ്ടും ജനിപ്പിച്ച് നാം ദൈവത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ നാം ദൈവത്തിന്റെ മകനായി മാറി, കർത്താവിന് വേണ്ടി ശക്തനായ ശുശ്രൂഷകന്മാരായി മാറി. നമ്മൾ കർത്താവിന് പ്രയോജനമുള്ളവരായി മാറി. ഒനേസിമോസ് കർത്താവിന് പ്രയോജനമുള്ളവരായി മാറിയതുപോലെ നമ്മളെ ദൈവം പ്രയോജനമുള്ളവരാക്കി മാറ്റി. ഇന്നും ഇതേപോലെയുള്ള അടിമത്തത്തിൽ കഴിയുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ലോകത്തിൽ പലർക്കും അടിമകളായി ജീവിക്കാതെ, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ മറ്റൊരുത്തിന് അടിമയായി നിൽക്കാതെ, നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം നൽകുവാൻ യേശുക്രിസ്തുവിന് കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം ഈ വേദപുസ്തക ഭാഗത്തൊക്കെ പഠിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനോട് വേർതിരിക്കപ്പെട്ട്
നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങളെ സമർപ്പിക്കുമ്പോൾ ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും യേശു ക്ഷമിച്ച്, ഹല്ലേലൂയ, നിന്റെ കഷ്ടങ്ങൾക്കൊരു മാറ്റം തന്ന്, നിന്റെ പ്രതിസന്ധികൾക്കൊരു മാറ്റം തന്ന് നിന്നെ ഉന്നതമായ നിലയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്ലാൻ ഉണ്ടെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അറിയിക്കുന്നത്. ഇന്ന് പകൽ ഈ വചനം കേട്ട് ആരെങ്കിലും അടിമത്തത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തിനെങ്കിലും നിങ്ങൾ അടിമപ്പെട്ട് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ നിങ്ങൾ ജീവിതത്തിൽ ക്ലേശം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത് നിനക്കതിൽ നിന്നൊരു മോചനം നൽകാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആ അടിമത്തത്തിന് വിടുവിച്ച് ദൈവത്തിന്റെ മകനാക്കി മാറ്റിയെടുത്ത്, ദൈവത്തിന്റെ മകളാക്കി മാറ്റിയെടുത്ത് നിന്നെ കർത്താവിന് പ്രയോജനമുള്ളവനാക്കി മാറ്റി നിന്റെ ജീവിതത്തെ പുതിയൊരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 5:17 നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഇത് അതിനൊക്കെയും കാരണഭൂതൻ ദൈവം തന്നെയാണ്. അതെ, ഒനേസിമോസിനോട് സംബന്ധിച്ച് നോക്കുമ്പോൾ അവൻ മുമ്പേ പ്രയോജനമില്ലാത്തവനായി അടിമയായിരുന്നു. എന്നാൽ അവൻ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ, ഹല്ലേലൂയ, അവൻ പുതിയ സൃഷ്ടിയായി മാറി. ഹല്ലേലൂയ, അവൻ പുതിയ സൃഷ്ടിയായി മാറി. അവൻ പുതിയ അനുഭവത്തിലേക്ക് വന്നു, പുതിയ ജീവിതത്തിലേക്ക് വന്നു, അവൻ പുതിയ രീതിയിലേക്ക് വന്നു. അവന്റെ സംസാരം മാറി, രൂപം മാറി, ഭാഷകൾ മാറി, അവന്റെ ജീവിത സാഹചര്യങ്ങൾക്കെല്ലാം മാറ്റം വന്നു. അവൻ സന്തോഷിക്കുവാൻ തുടങ്ങി, ആനന്ദിക്കുവാൻ തുടങ്ങി, അവൻ തുള്ളിച്ചാടുവാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ഇന്നലകളിലെ വേദനകൾ മറന്ന് അവൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഇന്നലകളിൽ നീ അനുഭവിച്ച സകല വേദനകൾക്കും പരിഹാരം നൽകുവാൻ, നിന്റെ സങ്കടങ്ങളെ പൂർണ്ണമായി മാറ്റുവാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുക്രിസ്തു ആഗ്രഹിക്കുക. നീ ഏത് പ്രതികൂലത്തിന്റെ തലയിലൂടെ കടന്നു പോകുന്നത് അത് നിനക്ക് മാത്രമേ അറിയുള്ളൂ. ആരോടും പറയാതെ, ആരോടും സംസാരിക്കാതെ, ആരോടും നിന്റെ നൊമ്പരങ്ങൾ പറയാതെ നീ ഉള്ളിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന, ഹൃദയം കൊണ്ട് തേങ്ങുന്ന അനവധി വിഷയങ്ങളിൽ നീ ഭാരപ്പെടുകയാണോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത് നിന്നെ ആ പ്രതിസന്ധിയിൽ നിന്ന് അടിമത്തുനിന്ന് വിടുവിച്ച് ദൈവരാജ്യത്തിന്റെ സകല മഹത്വം നിന്നിൽ പകർന്ന് നിന്നെ ഒരു ശ്രേഷ്ഠനാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന കരങ്ങളൊക്കെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ ഭാരങ്ങൾ അറിയുന്നവൻ യേശു മാത്രമാ, നിന്റെ സങ്കടങ്ങൾ അറിയുന്നവൻ യേശു മാത്രമാ, നിന്നെ നന്നായി അറിയുന്നവൻ യേശു മാത്രമാ, നിന്റെ സകല ദുരിതങ്ങളും അറിയുന്നവൻ യേശു മാത്രമാ. ലോകം നിന്നെ അറിഞ്ഞത് വരത്തില്ല, പക്ഷെ യേശു നിന്നെ അറിയുന്നു, രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ലോകത്തിന് നീ പലർക്കും അടിമയായി ജീവിക്കാതെ നീ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം, രക്തം ചെയ്യും. പ്രൈസറോ. ഈ വചനമൊക്കെ പറയുമ്പോൾ ഞങ്ങളെ പോലെയുള്ളവരൊക്കെ ഈ ദൈവവചനം വിളിച്ചു പറയാൻ കാരണം, മുമ്പ് ഞങ്ങൾ പലതിനും അടിമയായിരുന്നു, പലർക്കും അടിമയായിരുന്നു. അന്ന് ഞങ്ങൾക്ക് സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയില്ല. ഹല്ലേലൂയ. ജീവിതത്തിലെന്നും പ്രശ്നങ്ങളാണ്, എപ്പോൾ വേണമെങ്കിലും ജീവൻ പോകാം. അത്രമാത്രം പീഡിപ്പിക്കപ്പെട്ട്, അത്രമാത്രം വേദനിക്കപ്പെട്ട്, സങ്കടത്തിന്റെ അനുഭവത്തിലൂടെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. ഹല്ലേലൂയ. എന്നാൽ ഒനേസിമോസിന് ലഭിച്ചതുപോലൊരു ജീവിതം ഞങ്ങളിലേക്ക് ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒനേസിമോസിനെ പോലെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി, ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. മുമ്പ് ഞങ്ങൾ പ്രയോജനമില്ലാത്തവരായിരുന്നു, ഇന്ന് ഞങ്ങൾക്ക് കർത്താവിന് പ്രയോജനമുള്ളവരായി മാറി. രക്തം ചെയ്യും. സഹോദര, സഹോദരി, നീ കർത്താവിന് പ്രയോജനമുള്ളവളായി മാറണം. നിന്നെ പ്രയോജനപ്പെടുത്താൻ ആ കർത്താവ് ആഗ്രഹിക്കുക. നീ പ്രയോജനമുള്ളവളായി മാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. നീ അതിനു വേണ്ടി ഒന്ന് മനസ്സ് വെച്ചു കൊടുത്താൽ, നീ ഒന്ന് വിധേയപ്പെട്ടു കൊടുത്താൽ, ഹല്ലേലൂയ, നിന്റെ മേൽ പ്രത്യേകമായി ചില അഭിഷേകത്തെ ദൈവം പകർന്നിട്ട്, ഹല്ലേലൂയ, ശക്തമായ കൃപാവരങ്ങളോടെ ദൈവം നിന്നെ നിറച്ച്, ശക്തമായ ദർശനത്തോടെ, വെളിപ്പാടോടെ ദൈവം നിന്നെ നിറച്ച് ദൈവരാജ്യത്തിന്റെ മഹത്വമേറിയ മർമ്മങ്ങളെ പ്രസാരിപ്പാൻ, അത് കേൾക്കുന്നവർക്ക് മനസ്സാന്തരം ഉണ്ടാകുവാൻ, അവർക്ക് രൂപാന്തരം ഉണ്ടാകുവാൻ, പാപബോധം വരുവാൻ, അവർ കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുവാൻ നിന്റെ അമേലെ ശുശ്രൂഷയുടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. അത് ഇന്ന് പകരം നീ യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമോ? രക്തം ചെയ്യും. നീ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും മാറും. ഹല്ലേലൂയ. എനിക്കറിയാം, ഒരുപാട് ആളുകൾ പലതിനും അടിമയായി കിടപ്പുണ്ട്.
പലർക്കും അടിമയായി കിടപ്പുണ്ട്. അവർക്ക് പുറത്തു വരുവാൻ കഴിയാതെ എങ്ങനെ പുറത്തു വരും, എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ ആദ്യം ഒരു മോചനം കിട്ടുമെന്നൊക്കെ ഓർത്ത് വളരെ മനസ്സ് വിങ്ങിപ്പൊട്ടി, ഹൃദയം വിങ്ങിപ്പൊട്ടി കടന്നു പോകുന്നവരുണ്ട്. മരിച്ചാ മതി എന്നുള്ള ചിന്തയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്റെ ജീവിതം നീ അവസാനിപ്പിക്കുവാനല്ല, നിന്റെ ജീവിതത്തെ നീ പണിതെടുക്കണം. എന്തിനു വേണ്ടി? കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി. അല്ലേ? കാരണം നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്. സാത്താൻ നിന്റെ ജീവിതത്തെ അപഹരിക്കാൻ ശ്രമിക്കുമ്പോൾ, സാത്താൻ നിന്നെ അപകടത്തിലും ഗണിയിലും പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ, നിന്റെ ജീവന് വേണ്ടി പിശാച് വില പറയുമ്പോൾ, നീ അതിനെ തിരിച്ചറിഞ്ഞിട്ട് അല്ലേ കർത്താവിന് വേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ രക്തം ചെയ്യും, നിന്റെ ജീവിതത്തിന്റെ സ്ഥിതികൾ തന്നെ മാറും. അല്ലേലിയ. ഇവിടെ ദൈവത്തിന്റെ വചനം മുമ്പ് അല്ലെങ്കിൽ ഒനേസിമോസ് ആമിനലിയ പ്രയോജനമില്ലാത്തവനായിരുന്നു. അല്ലേലിയ. ഇപ്പൊ നല്ലൊരു സഹോദരനായി, നല്ലൊരു വിശ്വാസിയായി, കർത്താവിന് പ്രയോജനമുള്ളവനായി മാറി. അല്ലേലിയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കർത്താവിന്റെ സ്നേഹത്താൽ അല്ലേലിയ പ്രേരിപ്പിക്കപ്പെട്ടു. അല്ലേലിയ. ഒനേസിമോസിന് വേണ്ടി അവന്റെ യജമാനായ ഫിലോമോന്റെ അടുക്കൽ അപേക്ഷിക്കുന്നത്. പൗലോസ് അവനെ വീണ്ടും ജന്നത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ, മുമ്പ് ഒനേസിമോസിന്റെ അല്ലേലിയ യജമാനായിരുന്ന ആ ഫിലോമോനോട് പൗലോസ് അപേക്ഷിക്കുക. അല്ലേലിയ. അവൻ യേശുക്രിസ്തുവിലേക്ക് വന്നതിനാൽ ഇനിമേൽ അവനെ അടിമയെ പോലെ നടത്തരുത്. പൗലോസ് പറയാണ്, അവൻ കർത്താവായ യേശുക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് ഇനി അവനെ അടിമയെ പോലെ നടത്തരുത്. ഒരു വിശ്വാസിയായി, ഒരു ദൈവത്തിനായി അവനെ നടത്തണം. ഇനി ഒനേസിമോസിനെ ഒരു വിശ്വാസിയായിട്ട് കാണണം. അല്ലേലിയ. അവന്റെ ഒരു ദൈവത്തിനായി കാണണം. അവനെ ദൈവത്തെങ്കിലേക്ക് നടത്തണം. അല്ലേലിയ. അവൻ ഇനി മുതൽ നിങ്ങൾക്ക് വളരെ പ്രയോജനമുള്ളവനായിരിക്കും. പൗലോസിന്റെ വിശ്വാസം കണ്ടോ? ഫിലോമോനോട് പറയുക, ഒനേസിമോസ് ഇനി നിങ്ങൾക്ക് വളരെ പ്രയോജനമുള്ളവനായിരിക്കുമെന്ന്. സ്തോത്രം. അല്ലേലിയ. സ്തോത്രം. അപ്പൊ യജമാനനായി ഫിലോമോന്റെ അടുക്കൽ അവനെ പറഞ്ഞയക്കുക. സ്തോത്രം. ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, അല്ലേലിയ, നിന്നെ ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, നിന്നെ ദൈവം വേർതിരിച്ചു കഴിഞ്ഞാൽ, നീ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനമുള്ളവനായി മാറും. അല്ലേലിയ. നീ കർത്താവിന്റെ മകനായി, മകളായി മാറി, നീ ദൈവരാജ്യത്തിന്റെ മഹത്വമേറിയ മർമ്മങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ദൈവത്തിന് വേണ്ടി ശക്തയായി ഉപയോഗിക്കപ്പെടുന്ന, ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന അല്ലേലിയ നല്ലൊരു മാനപാത്രമായി നിന്നെ പണിതെടുക്കാൻ ദൈവം ആഗ്രഹിക്കുക. രക്തം ചെയ്യും. അതുകൊണ്ട് നിന്റെ ജീവിതത്തെ നീ യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കണം. രക്തം ചെയ്യും. ഈ ദൈവവചനമൊക്കെ പ്രസംഗിക്കുമ്പോൾ അല്ലേലിയ വളരെ അല്ലേലിയ ജീവിതത്തിൽ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ ഒക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതും പണ്ട് ആരൊക്കെയോ അടിമയായി ജീവിച്ച കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വളരെ ഭാരം. എന്നാൽ ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ദൈവം വിടുവിച്ചു കൊണ്ടുവന്ന് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളനായി, ഒരു ദൈവ പൈതനായി, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ദൈവം വിളിച്ച് വേർതിരിച്ച് കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുന്നത് ഓർക്കുമ്പോൾ ഇന്ന് സന്തോഷമാണ്. അതെ, ഇന്ന് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, വെല്ലുവിളികളുണ്ടാകാം, ഒരുപക്ഷെ തകർന്നു പോയേക്കാം എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. സ്തോത്രം. ജീവിതത്തിൽ നിന്റെ തകർച്ച കാണുവാൻ ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിൽ നിന്റെ പതനം കാണുവാൻ ആഗ്രഹിക്കുന്നവർ, നിന്നെ കുറിച്ച് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്നവർ, നീ കഴിവ് കെട്ടവനെന്നും കഴിവ് കെട്ടവളെന്നും അല്ലേലിയ ഒക്കെ പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയവരുടെ മധ്യത്തിൽ അല്ലേലിയ യേശു നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. അല്ലേലിയ. സ്തോത്രം. കാരാഗ്രഹ ശുശ്രൂഷയ്ക്ക് ഈ കാലഘട്ടത്തിൽ വലിയൊരു കൂട്ടം ജനം ജയിലുകളിൽ പോകാറുണ്ട്. നമ്മുടെ കേരളത്തിൽ ജയിൽ മിനിസ്റ്റർ നടത്തുന്ന ഒരുപാട് പേരുണ്ട്. ചില കാലഘട്ടത്തിൽ, ചില നാളുകളിൽ ഞാനും ചിലരോടൊക്കെ ജയിൽ മിനിസ്റ്ററിലേക്ക് പോയിട്ടുണ്ട്. അല്ലേലിയ. അങ്ങനെ ജയിലിൽ ചെല്ലുമ്പോൾ അനവധി ആളുകൾ വിവിധ ക്രിമിനൽ പശ്ചാത്തലത്തിൽ അകപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം അയച്ച ദൈവത്തിന്റെ വിശുദ്ധ ദാസന്മാർ, ദൈവത്തിന്റെ വിശുദ്ധ ദാസിമാർ ജയിലുകളിൽ ചെന്ന് സൂപ്രണ്ടിന്റെ അനുവാദം വാങ്ങി
ആ ജയിൽ പുള്ളികളെയൊക്കെ പുറത്ത് വിടുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷമുണ്ട്. പിന്നെ അവിടെ നല്ല പാട്ടുകൾ പാടും, നല്ല വചനങ്ങൾ പറയും, നല്ല സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഓരോരുത്തരും ഹൃദയം നിറഞ്ഞ് പൊട്ടിക്കരയുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അല്ലേ? എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തു പോകണം, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം, ചെയ്തു പോയ പാപങ്ങൾക്ക് മാപ്പ് യേശുക്രിസ്തു തരുമെന്ന് കേൾക്കുമ്പോൾ എത്രയോ ആളുകളെന്ന് എത്രയെത്ര ആളുകൾ ജയിലിൽ നിന്ന് സുവിശേഷത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടു. അല്ലേ? അങ്ങനെ ജയിലിൽ നിന്ന് സുവിശേഷത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തു വീണ്ടും ജന്മം പ്രാപിച്ച ഒനേസിമോസിനെ പോലെയുള്ള അനവധി ദൈവഭക്തകൾ ഇന്ന് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി രാജ്യത്തുടനീളം കർത്താവിന്റെ മഹത്വം വേണ്ടി വേല ചെയ്യുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. ദൈവം നിന്നെ ശക്തമായി പ്രയോജനപ്പെടുത്തും. അല്ലേ? അങ്ങനെ ജയിലുകൾക്കകത്ത് അല്ലേലിയ കഷ്ടം സഹിക്കുന്ന, വേദന അനുഭവിക്കുന്ന, സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ അങ്ങനെയുള്ളവരുടെ സുവിശേഷം പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടിട്ടുണ്ട്. രക്തം ചെയ്യും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ആയിരക്കണക്കിന് വ്യക്തികൾ ആ ജയിലിൽ നിന്ന് മോചനം പ്രാപിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടത് കേട്ടോ. അല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, മഹത്വത്തിന്റെ രാജാവായ ക്രിസ്തു നമ്മെ സഹോദരന്മാർ എന്ന് വിളിക്കുന്നതിൽ ലജ്ജിക്കുന്നില്ല എന്നാണ് നമ്മൾ ഈ സ്തോത്രം എബ്രായ ലേഖനം 2:11 വായിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, വിശുദ്ധീകരിക്കുന്നവരും വിശുദ്ധീകരിക്കപ്പെടുന്നവരും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവനവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിക്കുന്നവർ, രക്ഷിക്കപ്പെടുന്നവർ, വിശുദ്ധീകരണം പ്രാപിക്കുന്നവരെ എല്ലാം നമ്മുടെ കർത്താവ് വിളിക്കുന്നത് സഹോദരന്മാരെന്നാണ്. അല്ലേ? ഒനേസിമോസ് കർത്താവിൽ സഹോദരനാണ്. അല്ലേ? എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ അല്ലേലിയ നീ കർത്താവിന്റെ സഹോദരിയായി സഹോദരനായി മാറുക. നിന്റെ ഈ ലോക ജീവിതത്തിലെ പാപങ്ങളെ, പാപസുഖങ്ങളെയൊക്കെ നീ വിട്ടിട്ട് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നിന്റെ ജീവിതം എപ്പോൾ സമർപ്പിച്ചു കൊടുക്കുമോ ആ സമയം നിന്റെ കുടുംബത്തിന്റെ ഉയർച്ച ആരംഭിക്കും. രക്തം ചെയ്യും. ആമി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി ജീവിതം നീ തകർത്ത് കളയാതെ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് ഓർത്ത് ആത്മഹത്യക്ക് വേണ്ടി നീ ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ ഇത് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, യേശുവിന് വേണ്ടി നീ ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ, കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്താൽ, നിന്റെ പാപങ്ങളെ ഏറ്റുപറയുവാൻ നീ തയ്യാറായാൽ നിന്റെ ജീവിതത്തെ ദൈവം തിരിച്ചു കൊണ്ടുവന്ന് നിനക്ക് നഷ്ടമായ നന്മകളൊക്കെ തിരിച്ചു നൽകി നിന്റെ ഹൃദയത്തിലും ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും സമാധാനം തരുവാൻ യേശു ആഗ്രഹിക്കുക. രക്തം ചെയ്യും. പ്രൈസലോ. ദൈവം നിന്നെ മാനിച്ചുയർത്താൻ ആഗ്രഹിക്കുക. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ മഹത്വത്തിന്റെ രാജാവായിരിക്കുന്ന ക്രിസ്തു നമ്മെ സഹോദരന്മാർ എന്ന് വിളിക്കുന്നതിൽ ആമേ തമലിയ ലജ്ജിക്കുന്നില്ലെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ 133 സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ അല്ലേലിയ വളരെ ശ്രേഷ്ഠമായിട്ടൊരു വാക്യം നമുക്ക് വായിക്കാൻ കഴിയും. സങ്കീർത്തനത്തിനകത്തെ അതിപ്രധാനമായ ഒരു അധ്യായമാണ് 133 സങ്കീർത്തനം. അല്ലേലിയ വെറും 3 വാക്യങ്ങൾ കൊണ്ട് ഒതുങ്ങിയ സങ്കീർത്തനമാണെങ്കിലും അതിനകത്തെ ദൈവസ്നേഹമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിനകത്തെ ദൈവിക മാധുര്യം, ആ വചനത്തിനകത്തുള്ള ഐക്യത, അല്ലേലിയ ആ വചനത്തിനകത്ത് നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളെ നാം തിരിച്ചറിയണം. അല്ലേലിയ ഇബ്രാഹിം വായിച്ചു, നിങ്ങൾ സഹോദരന്മാരെ വിളി ലജ്ജിക്കുന്നില്ലെന്ന്. 133 സങ്കീർത്തനം 1 വാക്യം പറയുന്നു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അല്ലേലിയ അതേ ഒനേസിമോസിനെ മുമ്പ് അടിമയായി വെച്ചുകൊണ്ടിരിക്കുന്ന ഫിലോമോന്റെ വീട്ടിലെ സഭയിലേക്ക് പൗലോസ് ഒനേസിമോസിനെ തിരിച്ചയക്കുമ്പോൾ അല്ലേലൂയ പൗലോസ് പറയുന്നു, അവൻ നിനക്ക് പ്രയോജനമുള്ളവനാ. എന്നിട്ട് പറയാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാണെന്ന്. അല്ലേലൂയ. അത് സ്നേഹിത പൗലോസ് പറയുന്ന ആരംഭത്തിൽ അല്ലേലൂയ ക്രൈസ്തവരെ നശിപ്പിക്കുന്നവരും സഭകളെ നിർമൂലമാക്കുന്നവരുമായിരുന്നു ഈ പൗലോസ് ജീവിതം പഠിച്ചാണ്. ആരംഭത്തിൽ നീ സഭയെ നശിപ്പിക്കുന്നവൻ, അല്ലേലൂയ ക്രൈസ്തവരെ മുഴുവൻ നശിപ്പിക്കുന്നവൻ. പക്ഷെ അവൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ
പൗലോസ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അവനെ നമ്മുടെ സഹോദരനായ പൗലോസ് എന്ന് പേരിട്ടു. മുമ്പ് പൗലോസിന്റെ പേര് ശൗലെന്നായിരുന്നു. അന്ന് പൗലോസിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ക്രൈസ്തവരെ മുഴുവൻ പിടിച്ചു കെട്ടി യെരൂശലേമിൽ കൊണ്ടുവന്ന് കൊന്നുകളയുക, സഭയെ ഉപദ്രവിക്കുക. അന്ന് പൗലോസ് ദൈവസഭയ്ക്കും ദൈവത്തിനും പ്രയോജനമില്ലാത്തവനായിരുന്നു. അല്ലേ? എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ ദമസ്കോസ് പടിക്കൽ വെച്ച് യേശുക്രിസ്തുവിനെ അവൻ കണ്ടുമുട്ടിയപ്പോൾ യേശുക്രിസ്തു സന്ദർശനം അവൻ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപ സ്വഭാവങ്ങളെ ഏറ്റുപറഞ്ഞ പൗലോസ് ദൈവത്തിന് പ്രയോജനമുള്ളവനായി മാറി. അതുകൊണ്ട് ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവനെ ശൗലെന്നുള്ള പേര് മാറ്റിയിട്ട് പൗലോസ് എന്ന് വിളിക്കാൻ തുടങ്ങി. അത് എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നീ കർത്താവ് യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ നിനക്കൊരു പുതിയ പേരൂടെ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നെ പലരും പലതും വിളിച്ചാക്ഷേപിച്ചിട്ടുണ്ട്, പലരും പലതും പറഞ്ഞ് നിന്നെ വിളിച്ചിട്ടുണ്ട്. എന്നാൽ നീ കർത്താവിന് വേണ്ടി നീ പ്രയോജനപ്പെടുമ്പോൾ നിനക്ക് നല്ലൊരു പേര് കിട്ടും. രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ വളരെ അനുഭവസ്ഥരാണ്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെയൊക്കെ പലരും പലതും വിളിച്ചിരുന്നു, ഞങ്ങളും പലരെയും പലതും വിളിച്ചിരുന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ലൊരു പേര് കിട്ടി. ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ, കർത്താവിന്റെ സഹോദരന്മാർ, വിശ്വാസികൾ, ദൈവമക്കൾ, ഹല്ലേലൂയ, ദൈവപുത്രന്റെ മക്കൾ എന്നൊക്കെ ഞങ്ങൾക്ക് നല്ല പേര് കിട്ടി. അതെ, നിനക്ക് നല്ലൊരു പേര് തരുവാൻ ദൈവം ആഗ്രഹിക്കുക. രക്തം ചെയ്യാം. നിനക്ക് നല്ലൊരു പേര് തന്ന ദേശത്ത് ദൈവം ഉന്നതമായ നിലയിലേക്ക് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകരം ദൈവത്തിനെ കേൾക്കുന്ന ചിലരോടൊക്കെ പറയട്ടെ, ദൈവം നിന്നെ മാനിച്ചുയർത്തുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. വചനം പറയുന്നു, അതുകൊണ്ട് പൗലോസ് ഒനേസിമോസിനെ യജമാനന്റെ അടുക്കലേക്ക് മടക്കി അയച്ചപ്പോൾ അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ എന്ന് കത്തെഴുതിയത്. ക്രിസ്തുവിന്റെ സുവിശേഷത്തിനാൽ വീണ്ടും ജനിക്കുന്നവർ തീർച്ചയായും പ്രയോജനമുള്ളവരായി മാറും. കർത്താവായ യേശുക്രിസ്തുവിൽ വീണ്ടും ജന്മം പ്രാപിക്കുന്നവർ, സുവിശേഷ മുഖാന്തരം വീണ്ടും ജന്മം പ്രാപിക്കുന്നവർ, അവർ കർത്താവിൽ പ്രയോജനമുള്ളവരായി മാറും. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. അതിനുവേണ്ടിയാണ് ഹല്ലേലൂയ കർത്താവ് നിങ്ങൾക്ക് വീണ്ടും ജനനം തരുന്നത്. അങ്ങനെ നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിച്ചു കഴിയുമ്പോൾ കർത്താവ് നിങ്ങളുടെ മേൽ പുതിയ താലന്തുകൾ തരും. കർത്താവ് നിങ്ങൾക്ക് അഭിഷേകം തരും. ആത്മീയ വരങ്ങളും ഫലങ്ങളിൽ നിങ്ങൾ പകരുവാൻ തുടങ്ങും. രക്തം ചെയ്യും. അത് ദൈവം തന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന സ്നേഹിത, ദാവീദ് ശൗലിനെ കരുതി ഭയന്ന് വിറച്ച് കാട്ടിലായിരുന്നപ്പോൾ, ദാവീദ് ഒരിക്കൽ ശൗലിനെ ഭയന്ന്, പഴയ നിയമത്തിലെ ശൗലിനെ ഭയന്ന് കാട്ടിലായിരുന്നപ്പോൾ ഹല്ലേലൂയ സമുദായത്തിൽ നിന്നും ആട്ടിക്കളഞ്ഞവർ, കടക്കാര്, കുറ്റവാളികൾ എന്നിങ്ങനെ പ്രയോജനമില്ലാത്തവരും എല്ലാവരും ദാവീദിനോട് കൂടെ ചേർന്നു. ഹല്ലേലൂയ. ദാവീദ് അവരെയൊക്കെ ഒരുമിപ്പിച്ചു ചേർത്ത് ഒരു വൻ സേനയെ സൃഷ്ടിച്ചു. ഇപ്പോൾ അവർ പ്രയോജനമുള്ളവരായി മാറി. മുമ്പേ അവരും പ്രയോജനമില്ലാത്തവരായിരുന്നു. പക്ഷെ ദാവീദ് അവരിലോട് ചേർത്ത് നിർത്തി കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരാക്കി മാറ്റി. ഇപ്പൊ അവർ വലിയൊരു സേനയായി മാറി. ഹല്ലേലൂയ. ഏതൊരു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് നീ വരുമ്പോൾ, ഹല്ലേലൂയ, കഴിഞ്ഞകാല ജീവിതത്തിലെ നിന്റെ ഇരുളിനെ മാറ്റി, ശാപത്തെ മാറ്റി, നിന്റെ ജീവിതത്തിലെ അന്ധകാരത്തെ മാറ്റി, ഹല്ലേലൂയ, നിന്നെ ദൈവത്തിന് വേണ്ടി ശക്തനാക്കിയെടുക്കുവാൻ, പ്രയോജനമുള്ളവരാക്കി മാറ്റിയെടുക്കുവാൻ, പ്രയോജനമുള്ളവരാക്കി മാറ്റിയെടുക്കുവാൻ എന്റെ കർത്താവിന് കഴിയും. വചനത്തിനുള്ള ശക്തിയുണ്ട്. ഹല്ലേലൂയ. നാം വായിക്കുന്ന വചനം ജീവനും ആത്മാവുക. ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ, ഒരു മനുഷ്യനെ നീതീകരിക്കുവാൻ, ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കുവാൻ, ഒരു മനുഷ്യനെ നീതിയിലേക്ക് നടത്തുവാൻ, പരമാർത്ഥ ഹൃദയത്തോടെ നടത്തുവാൻ, അവനെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ, ആ മനുഷ്യന് നിത്യജീവൻ കൊടുക്കുവാൻ, പ്രത്യാശയുള്ളവനാക്കി മാറ്റുവാൻ, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അർപ്പിക്കുവാൻ, അവ സ്നേഹമുള്ളവനായി മാറുവാൻ ദൈവത്തിന്റെ വചനം ആമേഖത്തിന് കഴിയും. വചനം അത്ര ശക്തമാണ്. വചനം എന്ന് പറഞ്ഞാൽ ജീവനുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ഓരോ ദേശത്തെക്കുറിച്ച് പഠിച്ചാലും ഹല്ലേലൂയ ജീവിതത്തിന്റെ അനുഭവം തകർന്നു കിടക്കുന്ന ഓരോ വ്യക്തികളെയും കാണാൻ കഴിയും. ഹല്ലേലൂയ. ഗദരദേശത്തെ കടൽക്കരയിലുള്ള കല്ലറയിൽ ലെഗിയോൻ എന്ന് പിശാചി പിടിച്ച ഒരുവൻ തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും ആർക്കും അടക്കുവാൻ കഴിയാത്തവനുമായിരുന്നു.
അവനെ കൊണ്ട് ആർക്കും പ്രയോജനമില്ല. കണ്ട, ഗദരദേശത്തെ ഭൂതരകസ്ഥൻ, അവനെ കൊണ്ട് ആർക്കും പ്രയോജനമില്ല. അവൻ തന്നെത്താൻ അല്ലെങ്കിൽ കല്ലുകൊണ്ട് ഇടിച്ചും ചതച്ചും ചങ്ങല പൊട്ടിച്ചും തലയിൽ പൂഴി വാരിയിട്ടും അലറി നിലവിളിച്ച് നടക്കുന്നവനാ. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അവനെ സന്ദർശിച്ച് അവന്റെ ഉള്ളിലെ അശുദ്ധാത്മാവിനെ തുരത്തിക്കളഞ്ഞപ്പോൾ അവൻ വസ്ത്രം ധരിച്ചു, സുബോധം പൂണ്ടു യേശുവിന്റെ അടുക്കൽ വന്നിരുന്നു. ഹല്ലേലൂയ. അതൊക്കെ ഇതിനു മുമ്പ് ഇവൻ ആരായിരുന്നു? ദുരാത്മാവ് പിടിച്ചവനായിരുന്നു, ഭൂതാത്മാവ് പിടിച്ചവനായിരുന്നു. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു അവനെ സന്ദർശിച്ച് അവന്റെ ഉള്ളിലെ ദുരാത്മാവിനെ, ഭൂതാത്മാവിനെ ശാസിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ക്രിസ്തുവിൽ സ്വതന്ത്രനായി മാറി. ഇന്ന് ഗദരദേശത്തെ ഭൂതരകസൻ കർത്താവിന് പ്രയോജനമുള്ളവരായി മാറി. ഹല്ലേലൂയ. അവൻ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ പിന്നീട് ഹല്ലേലൂയ ആമീൻ ദെക്കപ്പോലി നാട്ടിലേക്ക് ചെന്ന് അവൻ സുവിശേഷം അറിയിച്ചു. ഹല്ലേലൂയ. ഈ ഭൂതരകസൻ പിന്നെ ചെന്നിട്ട് ദെക്കപ്പോലി നാട്ടിൽ ചെന്ന് സുവിശേഷം അറിയിച്ചു. അതുകൊണ്ടാണ് അവൻ മുമ്പേ പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ യേശു ക്രിസ്തുവിന് പ്രയോജനമുള്ളവനായി മാറി. കണ്ടോ, ഗദരദേശത്തെ ഭൂതഗ്രസ്തന് പോലും ഇങ്ങനൊരു വിടുതൽ കിട്ടിയെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപി പിതാവി, എന്നെ കേൾക്കുന്ന സഹോദര, നീ ഏതെങ്കിലും ബന്ധനത്തിനൊക്കെ തകപ്പെട്ട്, ഏതെങ്കിലും ഭൂതാത്മാവിന്, ഭൂതോപദ്രവത്തിന്, ഏതെങ്കിലും ദുരാത്മാവിന് വിധേയപ്പെട്ട് നിനക്ക് മോചനമില്ലാതെ നീ ഇന്നും അടിമത്തത്തിൽ കിടക്കുകയാണെങ്കിൽ, പാപത്തിന്റെ അടിമത്തത്തിലാണെങ്കിൽ, ഹല്ലേലൂയ, നീ കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് വരുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവവചനം കേൾക്കുവാൻ നീ കാതു തുറക്കുന്നെങ്കിൽ, ദൈവവചനം കേൾക്കുവാൻ നീ ആമേൻ വിധേയപ്പെടുന്നെങ്കിൽ, നിന്റെ മേലുള്ള ദുരാത്മാവിനെ നീക്കി, നിന്റെ മേലുള്ള ദുരാത്മാവിനെ ആമേൻ മാറ്റിക്കളഞ്ഞ് നിന്നെ കർത്താവ് ശക്തമായിട്ട് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഇന്ന് പകൽ ഞാൻ പലരോടും പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആരെങ്കിലും ഭൂതാത്മാവ്, ദുരാത്മാവ്, അന്ധകാരത്തിന്റെ വ്യാപാര മണ്ഡലങ്ങൾ, മദ്യത്തിനും മയക്കുമരുന്നിനും ഭരണശാലകൾക്ക്, ലഹരി പദാർത്ഥങ്ങൾ, ചൂതാട്ടങ്ങൾക്കും ഈ ഭൂമിയിലെ സകല ചെടിയ പാപത്താൽ നിറയപ്പെട്ട അടിമയായി കഴിയുന്നവരാരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ നിനക്കതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കഴിയില്ല, രക്ഷ പ്രാപിക്കാൻ കഴിയില്ല എന്നൊക്കെ ഓർത്ത് മനസ്സുകൊണ്ട് ഭാരപ്പെടുന്നവർ ഇന്ന് ഈ വചനം കേൾക്കുന്നെങ്കിൽ രക്തം ചെയ്യും. ഇന്ന് പകൽ നീ ദൈവത്തിന്റെ വചനം ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ നീ തയ്യാറായാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചന ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് നീ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്താൽ നിന്റെ മേലുള്ള ദുരാത്മാവിനെ ദൈവം നീക്കിക്കളഞ്ഞ് ഹല്ലേലൂയ നിന്നെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തും. രക്തം ചെയ്യും. അതുകൊണ്ട് പാപത്തിന്റെ അടിമയിൽ വീട് കിടക്കുന്നവരുടെ പരിശുദ്ധാത്മാവ് പറയുന്നത്, കർത്താവ് നിന്നെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഞാൻ സുവിശേഷമൊക്കെ അറിയിച്ചിങ്ങനെ പല സ്ഥലത്തൂടെ പോകുമ്പോൾ പലരും പറയാറുണ്ട്, മദ്യപാനത്തിന് അടിമയാണ്, മയക്കുമരുന്നിന് അടിമയാണ്, വിവിധ പാപ സ്വഭാവങ്ങൾക്ക് അടിമയാണ്, എനിക്കതിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്കത് മോചനം പ്രാപിക്കണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ അനവധി ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അനവധി ആളുകൾ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മദ്യത്തിൽ നിന്നും, മയക്കുമരുന്നിനും, പന്നസാരകളിൽ നിന്നും, ഈ ലോകത്തിന്റെ ജടിക സുഖങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച് പിന്നെ അവരൊക്കെ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി മാറിയത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഞങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മുമ്പേ കർത്താവിന് പ്രയോജനമില്ലാത്തവരായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഞങ്ങളിൽ വന്നപ്പോൾ, യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഞങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ, ഞങ്ങൾ യേശുക്രിസ്തുവിൽ വീണ്ടെടുപ്പ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറയാൻ കാരണം. രക്തം ചെയ്യും. അതുകൊണ്ട് ഇത് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെയും പറയട്ടെ, നിന്റെ ഏത് ക്ലേശങ്ങളായിരുന്നാലും, നിന്റെ ഏത് പ്രതിസന്ധി ആയിരുന്നാലും അതിൽ നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ദൈവം നിന്നെ മാനിച്ചുയർത്തുവാൻ ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. ഇന്ന് പകൽ യേശുക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ ഒന്ന് കൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവവചനം നമ്മുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ തരുന്നതാണ്. ദൈവവചനം നമ്മുടെ ജീവിതത്തിനകത്ത് പുതിയ അനുഭവത്തെ തരുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് പല ക്രൈസ്തവ ജീവിതങ്ങളും കർത്താവിന് പ്രയോജനമില്ലാതെ ഈ ലോകക്കാർക്ക് പ്രയോജനപ്പെട്ട് ലോകത്തിന്റെ വിവിധ പാപ സ്വഭാവങ്ങൾക്ക് അടിമകളായി ജീവിക്കുക. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരോട് പറയട്ടെ, നിങ്ങൾ ലോകത്തിന് അടിമയായി, ഈ ലോകത്തിന്റെ പല ആളുകൾക്ക് നിങ്ങൾ അടിമയായി ജീവിക്കാതെ നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കണം. വിശുദ്ധ തിരുവെഴുത്തൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം, ഹല്ലേലൂയ, 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ 7-ാം വാക്യമൊക്കെ വായിച്ചാൽ അവിടെ ഇങ്ങനെ കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ,
സ്തോത്രം. ഹല്ലേലൂയ. അവൻ തോട്ടക്കാരനോട്, ഹല്ലേലൂയ, ഇപ്പോൾ ഞാൻ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ വചനോടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കോടാലി മരത്തിന്റെ വേരിനരികിൽ വെക്കപ്പെട്ടിരിക്കുന്നു. ഫലം നൽകാത്ത പ്രയോജനമില്ലാത്ത മരങ്ങളെല്ലാം വെട്ടിക്കളയുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. 3 സംവത്സരമായി, ഹല്ലേലൂയ, ആ മരത്തിൽ ഒരു ഫലവും, ഹല്ലേലൂയ, തിരഞ്ഞിട്ടും യജമാനന് നൽകിയില്ല. ഹല്ലേലൂയ. ആമി പുഷ്ടിയുള്ള, ഹല്ലേലൂയ, കുന്നിൻ മുകളിൽ നട്ടിട്ടും മുന്തിരിവള്ളിയിൽ കാട്ടുമുന്തിരിങ്ങയാണ് കായ്ച്ചതെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5:4 വായിച്ചെന്ന് കാണാൻ കഴിയും. ഇത് പ്രയോജനമില്ലാത്ത മുന്തിരി കായ്ച്ചുകൊണ്ടിരിക്കുക, 3 വർഷമായി നട്ടിട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അതുകൊണ്ട് ഇന്ന് പകൽ ദൈവജനത്തോട് പറയട്ടെ, നീ കർത്താവിന് പ്രയോജനമുള്ളവനായി മാറണം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് നീ പ്രയോജനമുള്ളവനായി മാറണമെന്ന് ദൈവത്തിന്റെ വചനം പറയാം. എന്ന് പറഞ്ഞാൽ ഇവിടെ കർത്താവ് പറയുന്ന ഈ ഉപമ മുന്തിരിത്തോട്ടത്തിലെ, അല്ലെങ്കിൽ അത്തിവൃക്ഷത്തെ കുറിച്ച്. പലസ്തീൻ രാജ്യത്ത്, അല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തിലെ വിവിധ ഇനം ഫലവൃക്ഷങ്ങൾ അന്ന് വെച്ചു പിടിപ്പിക്കുമായിരുന്നു. അല്ലെങ്കിൽ സ്തോത്രം. അല്ലെങ്കിൽ സാധാരണയായി 3-ാം വർഷം അത്തി കായ്ക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ 3 വർഷം കഴിഞ്ഞിട്ടും, അല്ലെങ്കിൽ ഫലം കായ്ക്കാത്തത് കൊണ്ട് അതിനെ വെട്ടിക്കളയാനാണ് പറയുന്നത്. ഫലം പുറപ്പെടുവിക്കാത്ത യഹൂദരായ ഈ അത്തിയെ പ്രതിദാനം ചെയ്യുന്നു. ഫലം കായ്ക്കാത്ത യഹൂദനെ ഈ അത്തി പ്രതിദാനം ചെയ്യുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കണം. ഫലമില്ലാത്ത അത്തിയെപ്പോലെ നീ ജീവിക്കാതെ നീ കർത്താവിന് വേണ്ടി ഫലമുള്ളവളായി മാറണം. അല്ലെങ്കിൽ അതുകൊണ്ടാണ് നാം വായിച്ച വചനം എന്ന് പറയുന്നത്, ഒനേസിമോസിനെ പോലെ നമ്മൾ ഒനേസിമോസിനെ കുറിച്ച് നമ്മൾ വായിച്ചത്. മുമ്പേ അവൻ, അല്ലെങ്കിൽ പ്രയോജനമില്ലാതെ ഫിലോമോന്റെ വീട്ടിലെ അടിമയായിരുന്നു. എന്നാൽ അവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും തന്നെ പ്രാപിച്ചപ്പോൾ, അല്ലെങ്കിൽ അവൻ കർത്താവിന് പ്രയോജനമുള്ളവനായി മാറി എന്ന് പറഞ്ഞതുപോലെ നീ കർത്താവിന് പ്രയോജനമുള്ളവനായി മാറണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നു, അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തിന് ഉപകാരമായി വരുമോ? ജ്ഞാനിയായവൻ തനിക്ക് തന്നെ ഉപകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ എലീഫാസിന്റെ 3-ാമത്തെ പ്രതിവാദമാണ്. ഹല്ലേലൂയ. സ്തോത്രം. തത്വശാസ്ത്രങ്ങളും പാരമ്പര്യ കഥകളും പറഞ്ഞ ഇയ്യോബിനെ, അല്ലെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ ഇയ്യോബിനെ സമ്മതിപ്പിക്കുവാൻ എലീഫാസ് ഒഴുക്കുന്ന വലിയ തന്ത്രങ്ങളാണ്. ഹല്ലേലൂയ. യോബിന്റെ ജീവിത പാപങ്ങളാണ് നിനക്ക് ഈ വന്ന് സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് യോബിനെ പഴിചാരുമ്പോൾ, ഹല്ലേലൂയ, യോബ് തന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിന് പ്രയോജനമുള്ളവനായി യോബ് മാറിയതുപോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവനായി മാറണം. എന്റെ വാക്കുകൾക്ക് വിരാമം ഇടാൻ പോവുക. ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവ സാന്നിധ്യം. ഒനേസിമോസ് കർത്താവിന് പ്രയോജനമുള്ളവനായി മാറിയതുപോലെ, പൗലോസ് കർത്താവിന് പ്രയോജനമുള്ളവനായി മാറിയതുപോലെ, യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലമായി വേർതിരിക്കപ്പെട്ട സകലരും കർത്താവിന് പ്രയോജനമുള്ളവരായി മാറിയതുപോലെ ഞാനും നിങ്ങളുമൊക്കെ ഞങ്ങളൊക്കെ കർത്താവിന് പ്രയോജനമുള്ളവരായി മാറിയതുപോലെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ കർത്താവിന് പ്രയോജനമുള്ളവരായി മാറണം. അത് നിന്റെ സ്വഭാവങ്ങൾ ഉപേക്ഷിച്ചിട്ട് നീ കർത്താവിന് വേണ്ടി നിന്റെ ജീവിതത്തെ സമർപ്പിച്ചാൽ നിന്റെ ജീവിതത്തിനകത്തൊരു പുതിയ അനുഭവം. ആരെങ്കിലും ഈ വചനം കേട്ട് ആമീൻ ഏതെങ്കിലും വിധത്തിൽ അടിമയായി കഴിയുന്നുണ്ടെങ്കിൽ ഇത് പകരം യേശുവോട് പറയാമോ, കർത്താവേ, ഈ അടിമത്തിൽ നിന്ന് വിടുവിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. ഞാൻ ആർക്കും അങ്ങേക്ക് പ്രയോജനമില്ലാത്തവനാ. ഇനിയുള്ള കാലം അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ അതിനുവേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ നീ ദൈവത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന ചെറിയവരെയും വലിയവരെയും വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖലകളെ,
ഒക്കെ ഭരിക്കുന്നവരെ നിയന്ത്രിക്കുന്നവരെ എവിടെയുള്ള ജനത്തെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തി കാക്കുന്ന BSF, CRP, അമ്മ ക്രമസമാധാന പാലകർ, നിയമ നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ, ഞങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ എല്ലാം ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവർ, വാഹനത്തിൽ സഞ്ചരിക്കുന്ന നിർമ്മിതാക്കൾ, സമുദ്രത്തിലെ ആഴങ്ങളിൽ ജോലി ചെയ്യുന്നവർ, വിവിധ ഖനികളിലും കമ്പനികളിലും ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, സാമൂഹ്യ കടലോര വാസികൾ, മത്സ്യബന്ധനത്തെ കടന്നുപോയിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് ചെറുതും വലുതുമായ എല്ലാ കമ്പനികളും ഫാക്ടറികളും ജോലി ചെയ്യുന്നവർ, ഹല്ലേലൂയ, കർത്താവ് വഴിയോര കച്ചവടക്കാരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കൺസ്ട്രക്ഷൻ രംഗത്തും കർത്താവ് യൂണിയൻ രംഗത്ത് ജോലി ചെയ്യുന്നവരെ എല്ലാവരും കർത്താവ് പൊതുമേഖലയിലും സഹകരണ മേഖലയിലും ബാങ്കിങ് മേഖലയിലും വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, ഹല്ലേലൂയ, സകലനിലും മക്കളുടെ മത, സാമൂഹ്യ, സാംസ്കാരിക, സംഘടന രംഗത്ത്, ചലച്ചിത്ര, മാധ്യമ, മീഡിയ രംഗത്ത് നിൽക്കുന്നവരെ ഭരണപ്രതിപക്ഷ പാർട്ടികളെല്ലാം ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. പലതിനും പാപത്തിനും അടിമകളായി കിടക്കുന്ന ജനത്തെ ദൈവം സന്ദർശിക്കാൻ മനസാന്തരം കൊടുക്കണമേ. ഹല്ലേലൂയ. കർത്താവ് ദേശത്തും വിദേശത്തും ഒക്കെ ജോലിക്കായി കടന്നുപോയിരിക്കുന്നവർ, കഷ്ടം സഹിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ, മണലാരുടെ വേദന നോമ്പരത്തിലൂടെ കടന്നു പോകുന്ന, സാലറി കിട്ടാതെ നാട്ടിലേക്ക് വരാൻ കഴിയാതെ ഭാരപ്പെട്ട വിവിധ രാജ്യങ്ങൾ ജയിലിൽ കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ ഭവനങ്ങളിൽ വിവിധ ജോലിക്ക് പുറന്നു പോയി അവിടെ പീഡ അനുഭവിക്കേണ്ട സഹോദരന്മാർ അവരെയൊക്കെ നിങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ആർക്കൊക്കെ അടിമയായി കിടക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിടുവിച്ച് കർത്താവിന് പ്രയോജനമുള്ളവരാക്കി മാറ്റിയെടുക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഞങ്ങളുടെ ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർത്തയ്ക്കും നിരാനും വൃത്തരും വശം വരും ആഴ്ചയിലും ഓർഫനേജിലും ഓട്ടേജിലും തടമുറയിലായിരിക്കുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദേശത്തും വിദേശത്തും കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ അവിടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിച്ചു മുഖാന്തരം വിവിധ ജയിലുകൾ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന ദൈവദാസിദാസന്മാരെ അവിടെ കർത്താവിന്റെ കരങ്ങളിൽ എല്ലാവർക്കും വിടുതലും മോചനം കൊടുക്കണമേ. പാപത്തിന്റെ അടിമത്തത്തിൽ വീട് കിടക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും തീവ്രവാദത്തിനും ഭീകരവാദത്തിനും മന്ത്രവാദത്തിനും ഗൂഢസൂത്രപ്രയോഗങ്ങൾക്കും അടിമകളായി കിടക്കുന്ന ഭൂതോപദ്രവം പിടിച്ച മനുഷ്യനെ പോലെ വേദനത്തിൽ കിടക്കുമ്പോൾ ഇന്ന് പകൽ അവരെയൊക്കെ വിടുവിച്ച് കർത്താവേ അവർക്ക് പ്രയോജനമുള്ളവരായി കർത്താവിന് പ്രയോജനമുള്ളവരെ തീരുവാൻ ദൈവവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.